ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ വരുന്നത് സംസ്ഥാനത്ത് 54% പേരും ഡെങ്കിപ്പനി ബാധിതരിൽ 54% പേരും എറണാകുളത്ത് ഉള്ളവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളുമായാണ് എബിൻ ജോസ് ചേരുന്നത്. എബിൻ, ഇപ്പോൾ എറണാകുളത്ത് ശനിയാഴ്ച മാത്രം 86 കേസുകൾ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ്. സംസ്ഥാനത്ത് നിലവിൽ 54% കേസുകളും എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നറിയിപ്പൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു വ്യാപകമാകുന്ന രീതിയിലേക്ക്, ആശങ്ക പടർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? അനുജ, ആ രീതിയിൽ വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം കണക്കുകൾ ആ രീതിയിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നതിൽ പകുതിയിലധികം എറണാകുളത്താണ്. പ്രത്യേകിച്ച് എറണാകുളം കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലുമാണ്. കളമശ്ശേരി നഗരസഭകളിൽ ഇതിന്റെ എണ്ണം വളരെ വലുതാണ്, രോഗികളുടെ എണ്ണം വളരെ വലുതാണ്. ആ രീതിയിൽ സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന 54% എറണാകുളം ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ അത് ആശങ്ക ഉളവാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. കഴിഞ്ഞ ജൂൺ മാസം പകുതിയോടുകൂടി ഈ നിരക്ക് ഉയർന്നു വരുന്നിരുന്നു. ഒരാഴ്ചയിൽ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 100 മുകളിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിന്റെ കണക്ക് ഉയരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ശനിയാഴ്ചത്തെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ 86 കേസുകൾ ഒറ്റ ദിവസം ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഉണ്ടായി. കളമശ്ശേരി നഗരസഭയിലാണെങ്കിൽ 21-ലധികം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ജില്ലയിലെ കണക്കെടുക്കുമ്പോൾ വൈറൽ പനിയുടെ കണക്ക് വളരെ വലുതാണ്. 1000-ലധികം ആളുകൾക്ക് ഒരാഴ്ചയിൽ ഈ വൈറൽ പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം കോർപ്പറേഷനും അതുപോലെ തന്നെ കളമശ്ശേരി നഗരസഭ, തൃക്കാക്കര നഗരസഭ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ രീതിയിൽ ഈ ഡെങ്കിപ്പനിയും വൈറൽ പനിയും വ്യാപിക്കുന്നത്. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും പ്രതിരോധ നടപടികൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ആരോഗ്യ വിഭാഗം പറയുന്നത്. പക്ഷേ ജില്ലയിലെ പ്രധാനമായും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ജില്ലയിൽ ജനറൽ ആശുപത്രിയിലുമൊക്കെ പനിബാധിതരുടെ എണ്ണം വളരെ കൂടുതലാണ്. നിരന്തരം എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളും, കൂടുതലായ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വൈറൽ പനി ഉണ്ടാകുന്നത്. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൈറൽ പനി സ്ഥിരീകരിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ പ്രതിരോധ നടപടികളും എടുക്കുന്നുണ്ട്. ഫോഗിംഗ് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ പനിക്കണക്കുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ കുറവ് വരുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അത് പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇത് എന്തുകൊണ്ടാകാം ഈ മേഖലയിൽ, അതായത് കളമശ്ശേരി ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നതിലേക്ക് ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടത്തിയോ? ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ കൊതുകുകൾ ആണ് ഈ ഡെങ്കിപ്പനി പകർത്തുന്നതെന്നുള്ളത് വ്യക്തമായി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കൊതുക് നശീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫോഗിംഗ് ഉൾപ്പെടെയുള്ളത് നടത്തുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട്, പൂർണ്ണമായും അത് പ്രാവർത്തികമാകുന്നുണ്ടെന്നതാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ പനിക്കണക്കുകൾ, ഡെങ്കിപ്പനി വ്യാപിക്കുന്ന കണക്കുകൾ വരുമ്പോൾ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത്. പക്ഷേ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആരോഗ്യ വിഭാഗവും അതിനുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം അവർ പറയുന്നത് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം നടക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ള വിലയിരുത്തുന്നുണ്ട്. അതിന്റെ വിലയിരുത്തൽ യോഗങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഓരോ ദിവസത്തെ കണക്കുകൾ വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ 86-ലധികം പേർക്കൊക്കെ ഒരു ദിവസം ഡെങ്കിപ്പനി ഈ കളമശ്ശേരി അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭകൾ ആ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടാവുമ്പോൾ അത് വളരെ വലുതാണ്. ജില്ലയിൽ വൈറൽ പനി ബാധിതരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി അവിടെയൊക്കെയാണ് കൂടുതലായി രോഗികൾ എത്തുന്നത്. മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രികളിലുമാണ് കൂടുതൽ രോഗികൾ ഈ വൈറൽ പനി മൂലം എത്തുന്നത്. അത് ഓരോ ദിവസവും കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആഴ്ചത്തെ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ നിരക്ക് വളരെയധികം വന്നിരുന്നു. ഈ ആഴ്ചയൊക്കെ അത് വളരെ കൂടുതലായി എത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ എറണാകുളത്ത് ഡെങ്കിപ്പനി എന്നുള്ളതാണ് വ്യാപിക്കുന്നത്. കൂടാതെ എലിപ്പനി കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിലേക്കൊരു ആശങ്ക അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഡെങ്കിപ്പനിയുടെ ആശങ്കയുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി അജീഷിലേക്ക് പോവുകയാണ്. അജീഷ്, ഇപ്പോൾ അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ നെയ്യാറ്റിൻകരയിലെ ഹോമിലെ
അവിടെ നിന്ന് പോയിട്ടുള്ള ചിലർ അവരുടെ വസതികളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വസതിയിലുള്ള ആളുകൾക്ക്, വീട്ടിലുള്ള ആളുകൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ വേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ഉറപ്പാക്കും എന്ന് പറയുന്നു. കൂടാതെ സ്ഥാപനത്തിൻ്റെ സ്കൂളിൽ ഉള്ള ചില കുട്ടികൾക്ക് ലക്ഷണങ്ങൾ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കിയിട്ടുണ്ട്. സ്കൂളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്കെല്ലാം കൂട്ടിയാണോ 12 പേരുടെ കണക്ക് വന്നത് ലക്ഷണങ്ങളോടെ ചികിത്സയിൽ എന്നത്? അനുജ, എന്തായാലും നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതിൽ ഇപ്പോൾ നിലവിൽ 12 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ കുട്ടികളടക്കമുള്ളവരാണ് അതിലുള്ളത്. ഇവർക്കാണ് ഇപ്പോൾ ഇവരാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ പല അന്തേവാസികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെല്ലാവരും ഈ ഹോസ്റ്റലിൽ വന്ന ശേഷം തിരികെ സ്വന്തം വീടുകളിലേക്കും മറ്റും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീടുകളിൽ മറ്റും അവരുടെ കുടുംബാംഗങ്ങളുടെ മറ്റും പരിശോധന നടത്തേണ്ടത്, അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന നടത്തണം എന്നാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലാണെങ്കിൽ അവിടുത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മരിച്ച അനുവിൻ്റെ ആ പ്രദേശത്ത് തൊളിക്കോട് പ്രദേശമാണ്. അവിടെ വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവർ എവിടെയൊക്കെ പോയി ഇവർ സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകൾ ഇവരുടെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ലക്ഷണം കാണുകയാണെങ്കിൽ തൊട്ടടുത്ത സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയിലോ എത്തി അതിനുള്ള അടുത്ത ഘട്ട ചികിത്സ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും മറ്റ് കേസുകളൊന്നും മറ്റ് ലക്ഷണങ്ങളൊന്നും ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഇവിടെ അകത്തുള്ള അന്തേവാസികൾക്ക് ഇവിടെ താമസിക്കുന്നവർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും മാത്രമാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ലക്ഷണങ്ങളുള്ളത്. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇപ്പോൾ അതിന് ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള എല്ലാ നടപടികളും ആരോഗ്യവകുപ്പ് നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്.